ഇത് മാമാട്ടിക്കുട്ടിയമ്മ എന്ന ബേബി ശാലിനി. ഒരു കാലത്ത് മലയാള സിനിമാ വ്യവസായത്തിൽ ചലനം സൃഷ്ടിച്ച മലയാളി മനസ്സുകളിൽ ആഴത്തിൽ വേരൂന്നാൻ കഴിഞ്ഞ ഒരു കുട്ടിത്താരമായിരുന്നു മാമാട്ടിക്കുട്ടിയമ്മ. 1978 നവംബർ 20 ചെന്നൈയിൽ ഷറഫ് ബാബുവിൻ്റെയും ആലീസിൻ്റെയും മകളായിട്ടാണ് ബേബി ശാലിനി ജനിച്ചത്. 83 ഫാസിൽ സംവിധാനം ചെയ്ത എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലായിരുന്നു ബേബി ശാലിനിയുടെ അരങ്ങേറ്റം. അന്ന് 5 വയസ്സ് മാത്രമായിരുന്നു ശാലിനിയുടെ പ്രായം. ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മലയാളക്കരയിലെ സകല അമ്മമാരെയും കയ്യിലെടുക്കാൻ ഈ കുട്ടി ശാലിനിക്ക് സാധിച്ചു. അവളുടെ കുസൃതി ചിരിയും ഗൗരവവും, എന്തിന് ആ മുടിയുടെ ഹെയർ സ്റ്റൈൽ പോലും അന്നത്തെ കാലത്ത് ട്രെൻഡായി മാറുകയായിരുന്നു. ഇതിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് അവൾ സ്വന്തമാക്കി. തുടർന്ന് ആ കൊച്ചു സുന്ദരിക്ക് വേണ്ടി മാത്രമായി ധാരാളം ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. മമ്മൂട്ടി, മോഹൻലാൽ, ശിവാജി ഗണേശൻ, രജനീകാന്ത് തുടങ്ങിയവരോടൊപ്പമെല്ലാം ആ കുട്ടി വളരെയധികം ചിത്രങ്ങൾ അഭിനയിച്ചു. എല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. മിനിമോൾ വത്തിക്കാനിൽ, അക്കച്ചിയുടെ കുഞ്ഞുവാവ, ചക്കരയുമ്മ, ഒരു നോക്ക് കാണാൻ, ആനയ്ക്കൊരുമ്മ, സന്ദർഭം തുടങ്ങിയവയൊക്കെ അവയിൽ ചിലത് മാത്രം. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 80ഓളം സിനിമകളിൽ ശാലിനി അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. അതൊരു ശാലിനി കാലം തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് നായിക കഥാപാത്രത്തേക്കാൾ കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നത് ബേബി ശാലിനി എന്ന ഈ കൊച്ചു സുന്ദരിയുടെ അഭിനയത്തിനായിരുന്നു. അവൾ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നില്ല, പലരുടെയും മനസ്സിൽ ജീവിക്കുകയായിരുന്നു. ചെന്നൈയിലെ ആദർശ് വിദ്യാലയം, ചർച്ച് പാർക്ക് കോൺവെൻറ്റ് എന്നിവിടങ്ങളിലായിട്ടായിരുന്നു അവൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ശ്യാമിലി, റിച്ചാർഡ് എന്നിവർ സഹോദരങ്ങളാണ്. ഇതിൽ ബേബി ശ്യാമിലി പിന്നീട് മാളൂട്ടി, പൂക്കാലം വരവായി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കൊരിക്കലും മറക്കാനാവാത്ത ബാലതാരമായി മാറിക്കഴിഞ്ഞിരുന്നു. 80കളിലെ നിറസാന്നിധ്യമായിരുന്ന ബേബി ശാലിനി നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ നായികയായി തിരിച്ചെത്തിയ ചിത്രമായിരുന്നു അവളുടെ ഗുരുവായ ഫാസിലിൻ്റെ തന്നെ അനിയത്തിപ്രാവ് എന്ന ചിത്രം. ഇത് കുഞ്ചാക്കോ ബോബൻ്റെയും ആദ്യ നായിക ചിത്രമായിരുന്നു. പിന്നീട് ഒട്ടേറെ ഹിറ്റ് സിനിമകളിൽ ശാലിനി അഭിനയിച്ചു. ഈ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പാണ് കാതോലിക്ക് മര്യാദ. ഇതിൽ വിജയിയാണ് നായകൻ. ശാലിനി ആദ്യമായി തമിഴിൽ നായികയായി അഭിനയിച്ച ചിത്രം 99 പുറത്തിറങ്ങിയ അമർക്കളമായിരുന്നു. അജിത്തായിരുന്നു നായകൻ. ഈ ചിത്രത്തിലൂടെ ഇരുവരും പ്രണയത്തിലാവുകയും തുടർന്ന് അത് കല്യാണത്തിലെത്തിച്ചേരുകയും ചെയ്തു. രണ്ടുപേരും 2 മതത്തിലുള്ളവരായതിനാൽ 2 മതാചാരപ്രകാരമായിരുന്നു കല്യാണം നടന്നത്. തമിഴിൽ പോലും ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ ശാലിനിയുടേതായിട്ടുണ്ട്. 2000 മാധവൻ നായകനായി അഭിനയിച്ച അലൈപ്പായുധേ എന്ന ശാലിനിയുടെ ചിത്രം വൻ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡ് ശാലിനിക്ക് ലഭിക്കുകയും ചെയ്തു. 2001 പിരിയാത്ത വരം വീണ്ടും എന്നതായിരുന്നു ശാലിനിയുടെ അവസാനത്തെ സിനിമ. അജിത്ത്, ശാലിനി ദമ്പതികൾക്ക് 2 മക്കളാണ്, അനുഷ്കയും അദ്വൈകും. ബാഡ്മിൻ്റണിൽ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ കൂടിയായിരുന്നു ശാലിനി. സിനിമയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം തൻ്റെ ഇഷ്ടവിനോദമായ ബാഡ്മിൻ്റണിൽ ശാലിനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുന്നില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടി ശാലിനി പറഞ്ഞത്, സിനിമയെക്കാളും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് ജീവിതത്തിനാണ്, അതിനാൽ തിരിച്ചു വരുന്നില്ല എന്നാണ്. എങ്കിലും ബേബി ശാലിനി എന്ന് കേൾക്കുമ്പോൾ ജനമനസ്സുകളിൽ ആദ്യം ഓടിയെത്തുന്നത് ആ 5 വയസ്സുള്ള മാമാട്ടിക്കുട്ടിയമ്മയുടെ മുഖം തന്നെയാണ്. വീണ്ടും പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.